കാനഡയിലേക്ക് കുടിയേറാനും പഠിക്കാനും അതുപോലെ തന്നെ മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറെ നിർണായകമായ ചില മാറ്റങ്ങളാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വരുത്തിയിരിക്കുന്നത്. സൂപ്പർ വിസ, സ്റ്റഡി പെർമിറ്റ് തുടങ്ങിയ വിവിധ വിസ വിഭാഗങ്ങളുടെ അപേക്ഷകൾ പരിശോധിച്ച് തീർപ്പാക്കുന്നതിനുള്ള സമയപരിധിയിലാണ് കാനഡ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഈ പരിഷ്കരണത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത കാനഡയുടെ സൂപ്പർ വിസയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്നുള്ള സൂപ്പർ വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യാനുള്ള സമയം കാനഡ ഗവൺമെന്റ് കുത്തനെ കുറച്ചിരിക്കുകയാണ്. മുൻപ് ശരാശരി 66 ദിവസമായിരുന്നു ഇതിനായി എടുത്തിരുന്നതെങ്കിൽ പുതിയ മാറ്റപ്രകാരം ഇത് 50 ദിവസമായി കുറഞ്ഞിട്ടുണ്ട്. അതായത് അപേക്ഷകളുടെ കാത്തിരിപ്പ് സമയത്തിൽ 16 ദിവസത്തെ വലിയൊരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കാനഡയിലെ പൗരന്മാരോ അല്ലെങ്കിൽ സ്ഥിരതാമസക്കാരായ PR ഉള്ളവരോ ആയ വ്യക്തികളുടെ മാതാപിതാക്കൾക്കും മുത്തശ്ശന്മാർക്കും വേണ്ടി നൽകുന്ന ഒന്നിലധികം തവണ യാത്ര ചെയ്യാവുന്ന വിസയാണിത്. ഈ വിസയുള്ളവർക്ക് ഓരോ സന്ദർശനത്തിലും വിസ പുതുക്കാതെ തന്നെ തുടർച്ചയായി 5 വർഷം വരെ കാനഡയിൽ താമസിക്കാൻ സാധിക്കും. കാനഡ ഇമിഗ്രേഷൻ വകുപ്പിന്റെ ഔദ്യോഗിക ലക്ഷ്യം ഈ അപേക്ഷകൾ 112 ദിവസത്തിനകം തീർപ്പാക്കുക എന്നതാണ്. എന്നാൽ നിലവിൽ ഇന്ത്യൻ അപേക്ഷകർക്ക് ഈ സമയപരിധിയേക്കാൾ വളരെ വേഗത്തിൽ വിസ ലഭ്യമാകുന്നു എന്നത് വലിയൊരു നേട്ടമാണ്. കാനഡയിലുള്ള തങ്ങളുടെ മക്കളുടെയോ പേരക്കുട്ടികളുടെയോ അടുത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ രക്ഷിതാക്കൾക്ക് ഈ തീരുമാനം ഏറെ ഉപകാരപ്പെടും. അതേസമയം ഈ കാലയളവിൽ US നിന്നുള്ള സൂപ്പർ വിസ അപേക്ഷകരുടെ കാത്തിരിപ്പ് സമയം 3 ആഴ്ചയോളം വർദ്ധിച്ചിട്ടുമുണ്ട്. കാനഡയിൽ ഉപരിപഠനം സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുതിയ മാറ്റം അത്ര അനുകൂലമല്ല. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ പ്രോസസ് ചെയ്യാനുള്ള സമയം 1 ആഴ്ചയോളം വർദ്ധിച്ചു. മുൻപ് 4 ആഴ്ചയായിരുന്ന കാത്തിരിപ്പ് സമയം ഇപ്പോൾ 5 ആഴ്ചയായി ഉയർന്നിട്ടുണ്ട്. കാനഡയ്ക്ക് അകത്തുനിന്ന് തന്നെ സ്റ്റഡി പെർമിറ്റിനായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പ് സമയവും 1 ആഴ്ച വർദ്ധിച്ച് 7 ആഴ്ചയായി മാറിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പ് സമയം മാറ്റമില്ലാതെ 5 ആഴ്ചയായി തന്നെ തുടരുന്നു. കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി വിസ നടപടികൾക്കായി കൂടുതൽ സമയം മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാനെന്ന് ഈ മാറ്റം വ്യക്തമാക്കുന്നു. കാനഡയിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായി പോകുന്ന ഇന്ത്യക്കാരുടെ വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗ് സമയത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകൾ തീർപ്പാക്കാൻ ഇപ്പോഴും 9 ആഴ്ച തന്നെയാണ് എടുക്കുന്നത്. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള വർക്ക് പെർമിറ്റ് അപേക്ഷകൾ വെറും 4 ആഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കുന്നുണ്ട്. എന്നാൽ കാനഡയ്ക്കുള്ളിൽ നിന്ന് തന്നെ വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കുന്നവർക്ക് വലിയ ആശ്വാസമുണ്ട്. അവരുടെ പ്രോസസ്സിംഗ് സമയം 15 ദിവസത്തോളം കുറഞ്ഞ് 129 ദിവസമായി മാറിയിട്ടുണ്ട്. 2026 കാനഡയ്ക്കുള്ളിലെ വർക്ക് പെർമിറ്റ് അപേക്ഷകൾക്ക് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സമയപരിധിയാണിത്. ഇന്ത്യയിൽ നിന്നുള്ള വിസിറ്റർ വിസ അപേക്ഷകളുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നും നിലവിലില്ല. മുമ്പത്തെ പോലെ തന്നെ സാധാരണ എടുക്കുന്ന സമയത്തിനുള്ളിൽ ഇവയും ലഭ്യമാകും. ഇന്ത്യൻ പ്രവാസികൾക്കും അപേക്ഷകർക്കും ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, കാനഡയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് തങ്ങളുടെ നാട്ടിലുള്ള മാതാപിതാക്കളെ പെട്ടെന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 50 ദിവസത്തിനുള്ളിൽ വിസ നടപടികൾ പൂർത്തിയാകുമെന്നതിനാൽ യാത്രാ പ്ലാനുകൾ കൃത്യമായും ആസൂത്രണം ചെയ്യാം. 2, അപേക്ഷകൾ സമർപ്പിക്കുന്ന സ്ഥലം അനുസരിച്ച് സമയത്തിൽ മാറ്റമുണ്ടാകും. ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് പല വിസ കാറ്റഗറിയിലും US വേഗത്തിൽ കാനഡ വിസ ലഭ്യമാകുന്നുണ്ട്. 3, പഠന വിസയ്ക്കുള്ള സമയം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇൻടേക്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിച്ച ഉടൻ തന്നെ വിസയ്ക്ക് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നത് യാത്ര മുടങ്ങാൻ കാരണമായേക്കാം. ചുരുക്കത്തിൽ കാനഡയുടെ ഈ പുതിയ വിസ പരിഷ്കാരം ഇന്ത്യൻ രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസം നൽകുമ്പോൾ വിദ്യാർത്ഥികൾ വിസ നടപടികളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. വിസയുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾക്കായി ഇമിഗ്രേഷൻ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കുന്നത് നന്നായിരിക്കും.